മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന ഹർജി തള്ളി. മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയത്. CMRൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടില്ല എന്നും ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുന്നതായും കോടതി നിരീക്ഷിച്ചു. തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞില്ലെന്നും ഹർജിയിലുള്ളത് ആരോപണങ്ങൾ മാത്രമാണെന്നും വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചന വ്യക്തമായി എന്നാണ് CPIMന്റെ പ്രതികരണം. കോടതി വിധി തെറ്റാണെന്ന് കോടതി വിധി തിരിച്ചടിയാണെന്ന് സമ്മതിച്ച മാത്യു കുഴൽനാടൻ തെളിവുകളിലെ ന്യൂനത പരിശോധിക്കണമെന്നും പറഞ്ഞു. നിയമപരമായൊരു സെറ്റ് ബാക്കാണോ സെറ്റ് ബാക്കാണ്, ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഞാനിത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ചൊരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദെയർ. ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള 5 രേഖകൾ, ആ 5 രേഖകൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നതുമായി നയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കോടതി ഉത്തരവിൽ പറയുന്നത്. മാത്രമല്ല അതിൽ പറയുന്നത് ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കോടതിയുടെ നിരീക്ഷണമായി നടത്തിയിട്ടുണ്ട്. ഹർജി ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല, ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നടക്കമുള്ള കണ്ടെത്തലുകളും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. CMRൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നുവെന്നും കോടതി ചോദ്യമുന്നയിച്ചു. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളത്. IRE CMRലിന് ഇൽമനേറ്റ് നൽകിയതിൽ അഴിമതിയില്ല, ഇൽമനേറ്റ് സൗജന്യമായി കൊടുത്തുവെന്ന ആരോപണം ഹർജിയിലില്ല. മാത്രവുമല്ല ഈ ഇടപാടിൽ CMRലിന് എന്ത് ലാഭമുണ്ടായി എന്നും വ്യക്തമാക്കിയിട്ടില്ല. E-way ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും KRMLന് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതേസമയം നമുക്കറിയാം, ഈ കോടതി വിധിക്ക് പിന്നാലെ കോടതി വിധിയെ സ്വാഗതം ചെയ്ത CPIM അതിരൂക്ഷമായ ഭാഷയിൽ മാത്യു കുഴൽനാടനെ വിമർശിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ കൽപ്പിത കഥകൾ മെനയുന്നതിന് വിധി നീട്ടിവെപ്പിച്ചു. കോടതി തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ മാത്യു കുഴൽനാടൻ ആവശ്യങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു. ശല്യക്കാരനായ വ്യവഹാരിയായി മാത്യു കുഴൽനാടൻ മാറിയെന്നും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ശ്രദ്ധ തിരിക്കലായിരുന്നു മാത്യു കുഴൽനാടന്റെ ലക്ഷ്യമെന്നും കൂടാതെ ആരോപണം ഉന്നയിച്ചവർ ഈ ഒരു ഘട്ടത്തിൽ പൊതുസമൂഹത്തിന് മുൻപിൽ മാപ്പ് പറയണമെന്നും പ്രസ്താവനയിലൂടെ CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ ഈ മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹത്തിന് നിയമപോരാട്ടം അടക്കമുള്ള കാര്യങ്ങൾ തുടരുമെന്നും അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് ഉത്തരവിന്റെ വിശദാംശങ്ങൾ നൽകിയത്.